തോന്നിവാസം. അടൂരിന്റെ പട്ടാളം എന്ന് പറഞ്ഞു വാഴ്ത്തിപ്പാടാൻ മാത്രം ബഹുമിടുക്കന്മാരാണോ പോലീസിനെ ആക്രമിച്ച യൂത്ത് കോൺഗ്രസ്സുകാർ? പോലീസിന് മുന്നിൽ പരാതി ലഭിച്ചാൽ കേസ് അന്വേഷിക്കാനും കുറ്റക്കാരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുവാനും പോലീസുകാർ തന്നെയുള്ളപ്പോൾ പിന്നെ എന്തിനായിരുന്നു ആ സിനിമാ സ്റ്റൈൽ പ്രഹസനം? കഴിഞ്ഞ ദിവസമായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പരാതിയിൽ യൂട്യൂബർ രാജൻ ജോസഫിനെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ വളഞ്ഞിട്ട് പിടിച്ച് ഉപദ്രവിക്കുവാനും പോലീസിനെ ആക്രമിക്കുവാനും ഇവർക്കാരാണ് അധികാരം കൊടുത്തത്? തന്നെ ഫേസ്ബുക്കിലൂടെ അപമാനിച്ചു എന്നായിരുന്നു ശ്രീനാദേവിയുടെ പരാതി. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന്. എന്നാൽ അതേ ശ്രീനാദേവി കുഞ്ഞമ്മ അടൂരിലെ പട്ടാളം എന്ന് പങ്കുവച്ച ഫോട്ടോയിൽ നിറഞ്ഞ ചിരിയുമായി നിന്നത് നിരവധി സ്ത്രീ പീഡന കേസിൽ അകപ്പെട്ട കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രം കൂടിയായിരുന്നു. സ്ത്രീയെയും മാതൃത്വത്തെയും പുല്ലുവില കൽപ്പിച്ച മാങ്കൂട്ടവും അയാളും കൂട്ടാളികളുമാണോ ഈ സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് ഇറങ്ങിയ പട്ടാളം? അവരെ പട്ടാളം എന്ന ധീരവാക്കുകൊണ്ട് പുകഴ്ത്തി ആ വാക്കിന്റെ മഹിമ കളയാതെ ഈ രാജ്യത്തിന് കാവലൊരുക്കുന്ന സൈനികരെയാണ് നാം പട്ടാളമെന്ന് അഭിമാനപൂർവ്വം വിളിക്കാറ്. അതല്ലാതെ നിയമം നടപ്പിലാക്കുമ്പോൾ അത് നടപ്പിലാക്കുന്നവരെ ആക്രമിക്കുന്നവരെ ഗുണ്ടകൾ എന്നാണ് വിളിക്കേണ്ടത്. UDF സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത് എന്ന അഹങ്കാരമാണോ ഈ കോപ്രായങ്ങൾക്ക് പിന്നിൽ? മുൻപ് LDF ഭരിച്ചപ്പോൾ പോലീസിന് നേരെ SFI കാണിച്ച തെമ്മാടിത്തരങ്ങളൊക്കെ വലിയ വായിൽ കുറ്റം പറഞ്ഞിരുന്ന ആൾക്കാരിപ്പോൾ അത് തന്നെ ചെയ്താൽ പിന്നെ അവരും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇപ്പോൾ UDF ഭരിക്കുമ്പോഴും പോലീസും സർക്കാരും അത്ര പോരാ എന്ന് ജനങ്ങളെ കാണിക്കുവാനാണോ ഇങ്ങനെയൊരു നാടകം? പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഒരാളെ അധിക്ഷേപിക്കുന്നതും അത് കേസാകുന്നതും ലോകചരിത്രത്തിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ല. അതോ ഇനി ശ്രീനാദേവി കുഞ്ഞമ്മ പ്രത്യേകം നൽകിയ കൊട്ടേഷൻ വല്ലതുമാണോ എന്നും അറിയില്ല. ആവേശമാകാം, അത് സ്വന്തം പല്ലിന്റെ ഇടകുത്തി നാറ്റിച്ചുകൊണ്ടാകരുത്. ഫേസ്ബുക്കിൽ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവരെ പാർട്ടിയുടെ പട്ടാളം എന്ന് വിശേഷിപ്പിച്ചായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ ഫോട്ടോ പങ്കുവെച്ചത്. ഇപ്പോൾ അത് കോൺഗ്രസിന് വലിയ തലവേദനയുണ്ടാക്കി. രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പാർട്ടി പ്രവർത്തകനല്ല. ബലാത്സംഗ കേസിൽ ആരോപിതനായ ശേഷം പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ഒരാളെ പാർട്ടിയുടെ പട്ടാളം എന്ന് വിശേഷിപ്പിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കേണ്ടതാണ്. സ്വന്തം ചെവി തിന്നുന്ന ഇത്തരം പുഴുക്കുത്തുകളെ കോൺഗ്രസ് പാർട്ടി തിരിച്ചറിയേണ്ടതുണ്ട്. തലയ്ക്ക് മുകളിൽ വളരുന്നത് പണം കായ്ക്കുന്ന മരമാണെങ്കിലും വെട്ടിക്കളയണമെന്നാണല്ലോ പ്രമാണം. അതുകൊണ്ട് ശ്രീനാദേവിയുടെ ഈ കോൺഗ്രസിന് അവമതിപ്പുണ്ടാക്കുന്ന പ്രവർത്തികൾ ഉറപ്പായും പ്രസ്ഥാനം ചോദ്യം ചെയ്യുക തന്നെ വേണം.